നമസ്കാരം. ബംഗ്ലാദേശിനുള്ളിൽ വലിയ കലാപങ്ങൾ, ഹിന്ദു വിരുദ്ധ കലാപം അരങ്ങേറുമ്പോൾ ബംഗ്ലാദേശി ഭരണകൂടത്തിന് പോലും അതിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കുകയാണ് ഇന്ത്യ. ബംഗ്ലാദേശ് അതിർത്തിയിൽ വലിയ സേനാ വിന്യാസത്തിന് പ്രതിരോധ മന്ത്രാലയം നിർദ്ദേശം നൽകിയെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. പെട്രോളിംഗ് ശക്തമാക്കാനും ബംഗ്ലാദേശ് അതിർത്തിയിൽ കൂടുതൽ ജാഗ്രത പുലർത്താനും സേനയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ബംഗ്ലാദേശ് അതിർത്തിയിലെ അതിർത്തി വേലി നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഏകദേശം 85% അതിർത്തി വേലി നിർമ്മാണം പൂർത്തീകരിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും ബംഗ്ലാദേശിൽ നിന്ന് ഒരുത്തനും ഇന്ത്യയുടെ അതിർത്തി കടന്നു വരരുത്, ബംഗ്ലാദേശിൽ നിന്ന് ഒരു ഭീകരനും ഇന്ത്യയിലേക്ക് കടന്നു വരരുത്. ഇതാണ് ഇന്ത്യൻ സൈന്യത്തിന് ഇന്ത്യൻ ഭരണകൂടം നൽകിയിരിക്കുന്ന നിർദ്ദേശം. നമുക്കറിയാം, പാകിസ്ഥാന്റെ അതിർത്തികളിൽ ഇന്ത്യ പെട്രോളിംഗ് ശക്തമാക്കി. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ, പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ അതിർത്തികളിൽ ഇന്ത്യ ജാഗരൂകരാണ്. അതുകൊണ്ട് തന്നെ ഒരീച്ചയ്ക്ക് പോലും പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യം. ഈ അവസരം മുതലെടുത്തുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഒക്കെ ഭീകരന്മാരെ ബംഗ്ലാദേശിലേക്ക് എത്തിക്കുകയും ബംഗ്ലാദേശിന്റെ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടത്താനുമുള്ള വലിയ പരിശ്രമങ്ങൾ പാകിസ്ഥാൻ നടത്തിയിരുന്നു. എന്തിനേറെ പറയുന്നു, ഈ ഹിസ്ബുൾ മുജാഹിദിന്റെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഒക്കെ ഭീകര ക്യാമ്പുകൾ തന്നെ ബംഗ്ലാദേശിൽ സ്ഥാപിക്കുന്നതിന് ബംഗ്ലാദേശ് ഭരണകൂടം അനുമതിയും നൽകി. അതിന് പിന്നാലെയാണ് ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന ഇന്ത്യക്കെതിരെ വലിയ വിഘടനവാദം പ്രസംഗിക്കുന്ന വിഘടനവാദി നേതാവ് ദിവസങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ടത്. അതിന് പിന്നാലെ ബംഗ്ലാദേശിൽ പൊട്ടിപ്പുറപ്പെട്ട വലിയ കലാപം, വലിയ പ്രക്ഷോഭം, അതൊരു ഹിന്ദു വിരുദ്ധ കലാപമായി വഴിമാറി. ഹിന്ദുക്കളെ തെരുവിലിട്ട് കൊല്ലുന്ന അവസ്ഥയെത്തി. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിന്റെ ഓഫീസുകൾക്ക് നേരെ, മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ, ഹിന്ദുക്കളുടെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ, ഹിന്ദുക്കളുടെ വീടുകൾക്ക് നേരെയൊക്കെ വലിയ ആക്രമണമാണ് ബംഗ്ലാദേശിൽ അരങ്ങേറിയത്. ഇതിന് പിന്നാലെ ഇന്ത്യയിലേക്ക് ഈ അവസരം മുതലെടുത്ത് പാകിസ്ഥാന്റെ ഭീകരന്മാരെ നുഴഞ്ഞു കയറ്റാനുള്ള നീക്കം ഉണ്ടാകുന്നു എന്ന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് കൂടുതൽ പെട്രോളിങ്ങും കൂടുതൽ സേനാ വിന്യാസത്തിനും കൂടുതൽ ഡ്രോണുകളുടെ നിരീക്ഷണത്തിനും ഇന്ത്യൻ സേന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു പ്രകോപനം ഇന്ത്യക്കെതിരെ ഉണ്ടായാൽ അടുത്ത നിമിഷം ബംഗ്ലാദേശിനെ വകവരുത്തുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ബംഗ്ലാദേശിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഇന്ത്യക്കെതിരെ ഉണ്ടായാൽ ഇന്ത്യയുടെ സൈനിക കരുത്ത് ബംഗ്ലാദേശ് തിരിച്ചറിയും. ഒരു കാലത്ത് പാകിസ്ഥാനിൽ നിന്ന് വേർപെടുത്തി ഒരു സ്വതന്ത്ര രാജ്യമാക്കിയ ഇന്ത്യ തന്നെ ബംഗ്ലാദേശിനെ തീർക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നത്. എന്തായാലും ഇന്ത്യ പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും അതിർത്തികളിൽ കൂടുതൽ സേനാ വിന്യാസം നടത്തിയിരിക്കുന്നു, കൂടുതൽ പെട്രോളിംഗ് ശക്തമാക്കിയിരിക്കുന്നു. ബംഗ്ലാദേശിലെ കലാപത്തെ ഗൗരവത്തോടു കൂടി വീക്ഷിക്കുകയാണ് ഇന്ത്യൻ ഭരണകൂടം.